ഷാജി കൈലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്നത് നരസിംഹവും ആറാം തമ്പുരാനൊക്കെ പോലെയുള്ള ആക്ഷൻ സിനിമകളാണ്. എന്നാൽ തുടക്കകാലത്ത് ഷാജി കൈലാസ് ഒരുപാട് കോമഡി സിനിമകൾ അല്ലെങ്കിൽ കുറച്ച് ഒരു ലൈറ്റായിട്ടുള്ള ഫാമിലി സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊരു സിനിമയാണ് കിലുക്കാംപെട്ടി. കിലുക്കാംപെട്ടി ഒരു സിനിമയെക്കുറിച്ചുള്ള ചില വിശേഷങ്ങളാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള രസകരമായിട്ടുള്ള ചില അണിയറ കഥകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അമ്പലക്കര ഫിലിംസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി, നമുക്കറിയാം അനിൽ അമ്പലക്കര, ബൈജു അമ്പലക്കര, ഒരു രണ്ട് ബ്രദേഴ്സാണ്. ഇവർ ഷാജി കൈലാസിൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ ഇവർ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ നിർമ്മിക്കാമെന്ന് നീക്കുന്നു. അങ്ങനെ ജയറാമിനെയൊക്കെ മനസ്സിൽ കരുതി ഷാജി കൈലാസ് ഒരു കഥ, അന്നത്തെ പുതിയ തിരക്കഥാകൃത്തുകൾ രാജൻ കിരിയത്ത്, വിനു കിരിയത്ത്, അവർ സഹോദരങ്ങളാണ്. അവരൊരുപാട് ഹിറ്റ് സിനിമകൾ പിന്നീട് അവർ രണ്ടുപേരും ഒരുമിച്ചും സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഇവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദി മെയ്ഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു ത്രെഡ് എടുത്തിട്ട് ഷാജി കൈലാസ് ഇവരോട് പറയുന്നു. അപ്പോൾ ഇവർക്ക് രസകരമായിട്ട് തോന്നി. അതായത് ഒരു 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 ആർക്കിടെക്റ്റ്, അത് ഇംഗ്ലീഷ് സിനിമയുടെ കഥ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമുക്ക് ആ കിലുക്കാംപെട്ടി എന്നാണ് ആ സിനിമ. ഇപ്പോൾ കിലുക്കാംപെട്ടിയുടെ കഥ നമുക്കറിയാം. അതിൽ ജയറാം ഒരു ആർക്കിടെക്റ്റാണ്. ഇപ്പോൾ ജയറാമിനെ തന്നെ അവിടെ സ്ഥലം മാറി വരുന്ന വേറൊരു ഒരു സ്ത്രീയുണ്ട്. ആ ഒരു സ്ത്രീയുടെ ക്യാരക്ടർ അതൊരു സിംഗിൾ മദറാണ്. ഒരു ബേബി ഷാമിലിയുടെ ഒരു ക്യാരക്ടർ, ഒരു മകളുണ്ട്. അപ്പോൾ ആ ഒരു സ്ത്രീയോട് ഒരു പ്രണയം ജയറാമിന് തോന്നുന്നു. ജയറാം ഒരു ഐഡന്റിറ്റി മറച്ചു വെച്ച് അവിടെ ഒരു ജോലിക്കാരനായിട്ട്, അതല്ലെങ്കിൽ ഒരു കുട്ടീനെ നോക്കാനായിട്ടുള്ള ഒരു മെയ്ഡായിട്ടൊക്കെ അവിടെ വരുന്ന ഒരു കഥയാണ്. നമുക്കറിയാം, ഒരു ആൾമാറാട്ട കഥ എന്നൊരു രീതിയിൽ തന്നെ പറയാം. അപ്പോൾ ഈ ഒരു കഥ ഷാജി കൈലാസ് പറഞ്ഞു ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവർ പറഞ്ഞു നമുക്കത് എഴുതാം എന്ന് പറഞ്ഞ് ഇവർ അത് രസകരമായിട്ട് ഇവർ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തു. ഇവർ ബേബി ഷാമിലി, അതേപോലെ തന്നെ ബോളിവുഡിൽ നിന്നുള്ള ഒരു ആർട്ടിസ്റ്റാണ് സുചിത്ര, അവരെ ഹീറോയിനായിട്ട് ഫിക്സ് ചെയ്യുന്നു. ജഗതി ശ്രീകുമാറുണ്ട്, എല്ലാം ഫിക്സായി. സായി കുമാർ ഉണ്ട്, എല്ലാം ഫിക്സ് ആക്കിയിട്ട് ഇവർ ഷൂട്ട് തുടങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഇവരറിയണത് ഇവരുടെ ഒരു എഴുത്ത് അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രീ പ്രൊഡക്ഷനൊക്കെ നടക്കുന്ന ആ ഹോട്ടലിൽ തന്നെയാണ്, അതോ അതിൻ്റെ അടുത്ത് തന്നെയാണ് സംവിധായകൻ കമൽ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നത് ഇവർ അറിഞ്ഞു. അപ്പോൾ ഇവർ കമലിനെ പോയി കാണുന്നു. സൗഹൃദ സംഭാഷണത്തിൽ കമൽ പറയുന്നു ഞാനിങ്ങനെ ഒരു കഥ ചെയ്യാൻ പോവാണ്. കമൽഹാസനും ഡിംപിൾ കപാഡിയൊക്കെയാണ് അഭിനയിക്കുന്നത്. ഒരു പാൻ ഇന്ത്യൻ, അതായത് ഇന്നാണ് നമുക്കൊരു പാൻ ഇന്ത്യൻ എന്നൊക്കെ പറയുന്ന ഒരു വാക്കുള്ളത്. അന്നും എനിക്ക് തോന്നുന്നു ഇവർ കമലന്ന് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളും തൂവൽ സ്പർശവും പാവം പാവം രാജകുമാരനൊക്കെ പോലെയുള്ള ഒരു ചെറിയ സിനിമകളൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ പക്ഷേ ഇതൊരു വലിയൊരു പാൻ ഇന്ത്യൻ സിനിമ പോലെ മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്തൊരു സിനിമയാണ് എന്ന് പറഞ്ഞാൽ അവരതിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് രണ്ടുപേരും ഈ ദി മെയ്ഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് സിനിമയെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ടെൻഷനായി. അതായത് കമലും അവരുടെ ടീമിനും ഇപ്പുറത്ത് ഷാജി കൈലാസ് ടീമിനും ടെൻഷനായി. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇവരിപ്പുറത്ത് എല്ലാം ജയറാമിൻ്റെ ഡേറ്റ് ഒക്കെ വാങ്ങി ഷൂട്ട് തുടങ്ങാൻ എല്ലാം ഫിക്സ് ചെയ്തു. അപ്പോൾ ഇവർക്ക് മാറ്റാൻ പറ്റില്ല. അപ്പുറത്ത് കമലാണെങ്കിൽ അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അതൊരു വലിയൊരു സിനിമയായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ ഒരുപാടുണ്ട്, പിന്നീട് അതിൻ്റെ ഷൂട്ട് പ്രോസസ്സ് ഒരുപാടുണ്ട്. അപ്പോൾ കുറേ സമയം എടുക്കും. പക്ഷേ ഇത് പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്ത കാരണം അപ്പുറത്ത് കമൽ ആ സിനിമ ഡ്രോപ്പ് ചെയ്തു. അതായത് കിലുക്കാംപെട്ടിക്ക് വേണ്ടി. അങ്ങനെ കിലുക്കാംപെട്ടി സംഭവിച്ചു. ആ സിനിമ തരക്കേടില്ലാതെ ഓടി. ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഒന്നുമല്ല. പക്ഷെ ആ സിനിമ ഇന്നത്തെ ജനറേഷന് കൂടുതൽ പേർക്ക് അറിയാവുന്നത് അതിലെ പാട്ട്, പച്ചക്കറി കായത്തട്ടിൽ എന്ന് പറയുന്ന പാട്ട്. പിന്നീട് നമുക്കറിയാം പുതിയ തലമുറ ഒരുപാട് പാടി നടന്ന പാട്ടാണത്. അങ്ങനെയാണ് ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ആ സിനിമ അറിയുന്നത്. വളരെ രസകരമായിട്ടുള്ള സിനിമയാണ്. ജഗതി ശ്രീകുമാറിൻ്റെ ഒക്കെ നല്ല ഉഗ്രൻ കഥാപാത്രമാണ് അതൊക്കെ. നമുക്കറിയാം ജഗതി ശ്രീകുമാർ എല്ലാ സിനിമയിലും ഉഗ്രനാണ്. പക്ഷെ ഇതിൽ വേറൊരു തരത്തിലാണ് ജഗതി ചെയ്തിട്ടുള്ളത്. അന്ന് ജഗതി ജയറാം കോംബോ, വിറ്റ്നസ് പോലത്തെ സിനിമകളിലൂടെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സമയമായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് കിലുക്കാംപെട്ടി എന്ന് പറയുന്ന ഒരു സിനിമ അന്ന് ഒരു പക്ഷേ ഈ ഷാജി കൈലാസ്, രാജൻ കിരിയത്തും വിനു കിരിയത്തും ആ സിനിമ ആലോചിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ വേറൊരു കഥയാണ് ആലോചിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കമൽഹാസൻ കൂട്ടുകെട്ടിൽ ഒരു വലിയൊരു സിനിമ അന്ന് സംഭവിക്കുമായിരുന്നു. ചിലപ്പോൾ നമുക്ക് അന്നേ ചിലപ്പോൾ കമൽ എന്ന് പറയുന്ന സംവിധായകൻ്റെ റേഞ്ച് തന്നെ ചിലപ്പോൾ മാറിപ്പോയേനെ. കമലൊന്നും തമിഴിലൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു നിറത്തിൻ്റെ തമിഴൊക്കെയാണ് കമൽ ചെയ്തത്. പിന്നീട് മഴയത്ത് മുമ്പേടെ ഹിന്ദി അജയ് ദേവഗനൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവിടെ സക്സസ്ഫുൾ അല്ലായിരുന്നു. അതുകൊണ്ട് കമൽ എന്ന് പറയുന്ന സംവിധായകൻ മലയാളത്തിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരു സംവിധായകനാണ്. ഒരുപക്ഷെ അന്ന് 90s തുടക്കം കമൽഹാസനെ വെച്ചിട്ട് ഒരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കമലിൻ്റെ റേഞ്ച് തന്നെ മാറിപ്പോയതിന്. കമൽഹാസനെ ചിലപ്പോൾ നമുക്ക് മലയാളത്തിൽ ഒരു ഗംഭീര ഒരു റോള് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കമൽഹാസനെ നല്ല ഉഗ്രനായിട്ട് കോമഡി ചെയ്യുന്നതാണ്. നമുക്കറിയാം പഞ്ചാന്തരവും
തെന്നാലിയൊക്കെ പോലത്തെ സിനിമകളൊക്കെ ഉഗ്രനായിട്ട് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പറയേണ്ട കാര്യമില്ല, ഉലക നായകൻ തന്നെയാണ്. അപ്പോൾ കിലുക്കാമ്പട്ടി എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് ഞാൻ അറിഞ്ഞ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നി. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട സീനുകൾ നിങ്ങൾ പറയുക. അതുപോലെ തന്നെ ഷാജി കൈലാസിൻ്റെ തുടക്കകാലത്തെ ഡോക്ടർ പശുപതിയും നീലക്കുറുക്കനും ഈ പറയുന്ന സൗഹൃദവും ഒക്കെ പോലത്തെ ഉള്ള കുറേ സിനിമകളുണ്ട്. നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാണണം. ഒരു ആക്ഷൻ സംവിധായകൻ മാത്രമല്ല, ഇതുപോലെ നല്ല രസകരമായിട്ടുള്ള നല്ലൊരു ഫൺ നിറഞ്ഞ സിനിമകൾ എടുക്കാൻ കഴിവുള്ള ഒരു സംവിധായകൻ കൂടിയാണ് ഷാജി കൈലാസ്.